നേരത്തേക്കും ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് റെക്കോർഡിംഗ് വഴിയില്ല, നമുക്ക് വേറെ ടൈമില്ല. BSc നഴ്സിംഗ് എടുക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, നല്ല കോഴ്സാണ്, നല്ല കുറേ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഈ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങളോട് സത്യത്തിൽ എത്ര ആൾ പറഞ്ഞിട്ടുണ്ടാവും. ഹലോ ഗൈസ്, എൻ്റെ പേര് ഹലോ ഗൈസ്, എൻ്റെ പേര് ആൽബി. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ടുഡേ ഐ വിൽ ബി ഷെയറിംഗ് ദ തിങ്സ് ദാറ്റ് നോബഡി ടോൾഡ് മീ. സോ ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിനെ പറ്റി കുറച്ചും കൂടി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അതിൻ്റെ ഒരു പ്രിഫേസ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ അതിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പഠിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതികൾ കുറച്ച് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഏകദേശം മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മെന്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മോസ്റ്റ്ലി ഞാനതിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ അതല്ലാണ്ട് എനിക്ക് സെക്കൻഡ് ഇയറിൽ വന്ന കുറെ എക്സ്പീരിയൻസുകളും നല്ലതായ കാര്യങ്ങളും ചീത്തയായ കാര്യങ്ങളും ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സത്യം പറയാം, നഴ്സിംഗ് നിങ്ങൾ വിചാരിക്കുന്നതിലും കഷ്ടപ്പാടാണ്. അതിപ്പോൾ പഠിക്കുന്ന കാര്യമോ അസൈൻമെന്റ്, ക്ലിനിക്കല്, പിന്നെ പോസ്റ്റിംഗ്, ഇങ്ങനത്തെ ഒന്നുമല്ല. പക്ഷേങ്കിൽ ഓരോ ദിവസം കൂടുതലും നിങ്ങൾക്ക് ഒന്നിനൊന്നിനും ടൈം ഇല്ലാണ്ടായിട്ട് തുടങ്ങും. ഫസ്റ്റ് ഇയറിൽ എനിക്ക് പക്ഷെ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സെക്കൻഡ് ഇയറിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും കേസ് എടുക്കാനും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും പഠിക്കുന്നത്, എക്സാമിന്റെ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലിറ്ററലി സ്ട്രെസ് ആയിട്ട് എൻ്റെ തലയിലുള്ള പകുതി മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലൊക്കെ ബാക്കിയുള്ളത്. സെക്കൻഡ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 വരും, ഫാർമക്കോളജി, പാത്തോളജി വരും, പിന്നെ മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോളും കൂടിയാണ് ഉള്ളത്. സോ തേർഡ് സെമിൽ നിങ്ങൾ എക്സാം ചെയ്തെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1നെയും മൈക്രോബയോളജിയാണ് ഇൻഫെക്ഷൻ കൺട്രോളിനെയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡിസീസ് കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് വലിയൊരു ഹാർഡായിട്ടൊന്നും തോന്നില്ല, പഠിച്ചാലും മനസ്സിലാക്കി എടുക്കാമെന്നല്ലോ. കാരണം നമ്മളെ പേഷ്യൻസിനൊക്കെ ഡെയിലി ഡീൽ ചെയ്യുന്ന ഡിസീസസും കാര്യങ്ങളും അല്ലാത്ത കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസീസുകളും മോസ്റ്റ്ലി എല്ലാ ഡിസീസ് കണ്ടീഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോള് സംഗതി സിമ്പിളാണ് പഠിച്ചാൽ. ലൈക്ക് ബയോകെമിസ്ട്രീൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നും എനിക്ക് മൈക്രോബയോളജിനോട് തോന്നിയിട്ടില്ല. പഠിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി സിമ്പിളാണ്. മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ടഫ്നെസ് എന്ന് പറയുന്നത് ഞാൻ വലിയ കാര്യത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ടഫായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വേറൊരു സംഭവം എന്താ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ 3 ദിവസം മുമ്പ് എൻ്റെ ഈ ഒരു വിരൽ അടിപൊളിയായിട്ട് മുറിഞ്ഞു, 4 സ്റ്റിച്ചൊക്കെ ഇട്ടതായിരുന്നു. അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് ചൂണ്ടുവിരൽ തന്നെയാണ് ഞാൻ കൊണ്ട് എഴുതാൻ പോയത്. സോ സ്പീഡ് എന്നൊരു സാധനം എനിക്ക് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഇവിടുത്തെ നെർവിന്റെ ഫംഗ്ഷൻ കുറവായിരുന്നു. അതായത് എനിക്കിവിടെ ഇപ്പോഴും റെഡി ആയിട്ടില്ല. അതായത് എൻ്റെ ഇവിടെ തൊടുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഭാഗം എനിക്ക് അറിയത്തില്ല. സോ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് പ്രാക്ടിക്കൽ എക്സാമിനാണ്. കാരണം 1 മണിക്കൂർ 45 മിനിറ്റ്, ഏകദേശം 1 മണിക്കൂർ ടൈമാണ് നമുക്ക് കിട്ടുക എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആ 1 മണിക്കൂറിൽ എനിക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ എനിക്ക് തീരെ എഴുതി തീർക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്നിട്ട് മാമിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ കരയുമായിരുന്നു ലിറ്ററലി, എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് തിങ്, ക്ലിനിക്കൽസിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലിനിക്കൽസ് എന്താ തീരാത്തതെന്ന് നമുക്ക് തോന്നും. കാരണം അത്രക്ക് ലോങ് ആയിട്ടുള്ള ക്ലിനിക്കൽസ് ആണ്. പക്ഷേങ്കിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കുറേ നേരം ഞങ്ങൾക്ക് ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ സെമിൽ നിങ്ങൾക്ക് OT ഡ്യൂട്ടി വരും, അതായത് ഓപ്പറേഷൻ തിയേറ്റർ ഡ്യൂട്ടി വരും. അടിപൊളിയാണ്, ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ പേടിയായിരുന്നു, ലൈക്ക് ഈ മുറിക്കലും കീറലൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നിങ്ങൾ OT ഡ്യൂട്ടി അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്യും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ക്ലിനിക്കൽസിന് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ രാവിലെ 7 മണി മുതൽ പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് 4 മണി വരെ ആയിരുന്നു ഡ്യൂട്ടി. അതായത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പോയി ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇപ്രാവശ്യം ഡ്യൂട്ടി ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഈ ലോങ് അവേഴ്സ് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. വല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മോസ്റ്റ്ലി ഫസ്റ്റ് ഇയർ തൊട്ട് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിനോട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ബട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അതുപോലെ ഇരിക്കും നമ്മുടെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. പക്ഷേങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേഷ്യൻസിനൊക്കെ പോയിട്ട് എന്താ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിനെക്കാട്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഈ വർഷം. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സ്ലീപ്പ് ഇസ് എ ലക്ഷറി. സത്യം പറയാം, ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് 5 കേസ് എടുക്കണം. അതായത് മെഡിക്കൽ, സർജിക്കൽ, ഓർത്തോ, കാർഡിയാക്ക്, പിന്നെ കമ്മ്യൂണിക്കബിൾ. ഇത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. അതായത് ഒരു ഫുള്ള് കേസ് സ്റ്റഡിയോ അല്ലെ കെയർ പ്ലാനോ നിങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, പ്രീ ഓപ്പറേറ്റീവ് കെയർ, മെഡിക്കേഷൻ ഇൻവെസ്റ്റിഗേഷൻ, നഴ്സിംഗ് കെയർ പ്ലാന്, ഡയറ്റ് പ്ലാന്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ കാർഡിയാക് കേസിന് 24 hours ബാക്കി എല്ലാത്തിനും 48 hours ഉള്ളത്. അതായത് 48 മണിക്കൂറിൽ നിങ്ങൾ ഫുൾ സാധനം എഴുതി സബ്മിറ്റ് ചെയ്യണം. കാർഡിയാക്ക് 24 മണിക്കൂറിനുള്ളിൽ എഴുതി സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ വേഗം എഴുതി കഴിയും, പക്ഷെ കഴിയത്തില്ല. കാരണം ഭയങ്കര എന്താ പറയുക, ഇത്
എഴുതുക മാത്രം പോരാ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് എൻ്റെ കേസ് പ്രസന്റ് ചെയ്യാൻ വേണം. ഞാൻ ലിറ്ററലി കരഞ്ഞു പോയത് ഈ ഒരു അവസ്ഥയിലാണ്. കാരണം ഒരുമിച്ചൊക്കെ കേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതി തീർക്കുക എന്നുള്ള ഭയങ്കര എന്താ പറയുക, നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല എങ്ങനെ നമ്മളിതൊക്കെ ചെയ്ത് തീർക്കുന്നതെന്ന്. ലൈക്ക് വേറെ ഒന്നും നമുക്ക് ടൈം ഉണ്ടല്ലോ. നമ്മൾ വൈകുന്നേരം റൂമിൽ വരും, എടുത്തു വെക്കുക, എഴുതാൻ. രാത്രി ഏകദേശം 1, 2, 3 മണിയൊക്കെ ആവും ചിലപ്പോൾ എഴുതിക്കഴിയാം. പിന്നെ 2 ദിവസമാണ് ആകെ എഴുതാൻ കിട്ടുന്നുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് ദിവസം നമ്മൾ ചുമ്മാ കിടന്നുറങ്ങിയാൽ പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ 5 മണി വരെ ഇരുന്ന് എഴുതുന്നുണ്ടാവും. സോ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറയാനുള്ള, കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ പറ്റുന്നത്ര എഴുതി വെക്കാം. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് പറ്റുന്നത്രയും ബോർഡർ ഇട്ട A4 ഷീറ്റ് പേപ്പറൊക്കെ എടുത്ത് വരച്ച് വെച്ചോളാം. ആ സത്യം പറഞ്ഞില്ല, എനിക്ക് ഈ ആഴ്ച 3 അസൈൻമെന്റ് വെക്കാണ്ട് ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ടൈം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനിവിടെ A4 ഷീറ്റിന്റെ ബണ്ടിൽ വരക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. എപ്പോൾ തീരുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ 3 മണിയൊക്കെ ഞാൻ ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് ക്ലിനിക്കൽസിന് വേണ്ടിയിട്ട് എണീക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ വയ്യാണ്ടാവും. ഞാനൊക്കെ എന്താ പറയാ, എനിക്കൊക്കെ തീരെ വയ്യാണ്ടായിട്ടുണ്ട്. എനിക്ക് മടുത്തു, നഴ്സിംഗ് എടുക്കണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ എന്തിനാ ഇതെടുത്ത, ഈ കോഴ്സ് എന്തിനാ എടുത്തതെന്ന് എനിക്ക് സത്യത്തിൽ തോന്നിപ്പോയിട്ടുണ്ട്. 4ാമത്തെ കാര്യം, മെമ്മറൈസിങ് ഇസ്ന്റ് ഇനഫ്. നിങ്ങളിപ്പോൾ ചുമ്മാ എക്സാമിന് വേണ്ടി കോപ്പി അടിച്ചിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എഴുതി കാണും. നിങ്ങൾ ചിലപ്പോൾ ചുമ്മാ ബൈഹാർട്ടാക്കിയിട്ട് പോയി എഴുതി കാണും. ഇത് പോരാ. ഞാൻ സത്യം പറയാം, നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുമ്പം നമ്മൾ അയ്യോ ഇതെന്തായിരുന്നു കണ്ടീഷൻ എന്നൊക്കെ നമ്മളൊക്കെ ടീച്ചേഴ്സ് വന്ന് ചോദിക്കാൻ നമ്മൾ ശരിക്കും പെട്ടു. എനിക്ക് പ്രാക്ടിക്കൽ എക്സാമിന് കിട്ടിയ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിസിസ്റ്റൈറ്റിസ്, അതായത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ആണ്. ഇതെനിക്ക് അറിയാവുന്നൊരു കണ്ടീഷനായിരുന്നു. എക്സാമിന് വേണ്ടി ഞാൻ ഇത് ബൈഹാർട്ടാക്കിയിട്ടാണ് പഠിച്ചത്. ബട്ട് എൻ്റെ എക്സാമിനർ വന്നിട്ട് അടുത്ത് ചോദിക്കുമ്പം എന്നോട് സിമ്പിളായിട്ട് കാണിച്ചു, ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു. ഞാൻ അട്ടം നോക്കുകയാണ്, കാരണം എന്നോട് മറന്നുപോയി. എനിക്ക് സ്ട്രെസ് അടിച്ചുകൊണ്ടായിരിക്കാം, പക്ഷേങ്കിൽ ബേസിക് ആയിട്ടുള്ള ലിവറിന്റെ ഫംഗ്ഷൻ എന്താ, ബൈൽ പ്രൊഡക്ഷൻ കാര്യങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയാണ്, ഇത് ഞാൻ മറന്നുപോയി. ഗാൾ ബ്ലാഡറിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, അത് ബൈലാണ്, അതും ഞാൻ മറന്നുപോയി. ഇങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ വന്നാൽ സത്യത്തിൽ നമ്മൾ എന്തിനാ പഠിച്ചതെന്ന് നമ്മൾ ആലോചിച്ചു. സോ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് മെയിൻലി വരുന്ന കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ ഹോസ്റ്റൽ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പം വെളിയിലെ ഹോസ്റ്റലാണ്. കുറേ പേര് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഹോസ്റ്റലിൽ ഞാനിപ്പോൾ പുറത്ത് PG എടുത്ത് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ കോളേജിനെ പറ്റി കുറ്റം പറയുക കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ഇയറിലേക്ക് ഒരു ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടുന്ന് ഞങ്ങളെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റലിലേക്ക് മാറി. അവിടെ തീരെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പ്രശ്നം. അപ്പം ഞാൻ വെളിയിൽ ഇപ്പോൾ PG വന്ന് നിന്നേക്കണം. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കോയമ്പത്തൂരാണ്, ഇവിടുത്തെ ലിവിങ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ലൈക്ക് എന്താ കൂടുതലും കാർബ്സും പിന്നെ ഓയിലി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിതൊന്നും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മോസ്റ്റ്ലി ഇഡ്ഡലി, ദോശ ഇതൊക്കെ കൊണ്ട് എനിക്ക് നിന്ന് പോകാൻ തീരെ പറ്റിയില്ല. അങ്ങനെ ഞാൻ പുറത്തോട്ടേക്ക് വന്ന് നിൽക്കുകയാണ്. പിന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് വരുന്ന കുറച്ചും കൂടി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ പേഷ്യൻസിനോട് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടും. അപ്പം നിങ്ങൾ ലിറ്ററലി നിങ്ങൾ ഓ ഞാനൊരു നഴ്സായി തുടങ്ങിയെന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ലൈക്ക് എനിക്ക് OT ഡ്യൂട്ടി കിട്ടിയില്ല. എനിക്ക് ഗൈനക് വാർഡിൽ കിട്ടിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുട്ടികളെ നോക്കേണ്ടിയിട്ട് റിക്കവറി റൂമിലായിരുന്നു ഞങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഫസ്റ്റ് ഇഞ്ചക്ഷൻ ഞാൻ കൊടുക്കുന്നത് വെറും 10 മിനിറ്റ് പ്രായമുള്ള ഒരു കൊച്ചിനാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ലിറ്ററലി ഞാൻ വിചാരിക്കും അമ്പോ എത്ര വലിയ സംഭവം ഇത്. 10 മിനിറ്റ് പ്രായമുള്ള ഒരു കൊച്ചിനാണ് എൻ്റെ ഫസ്റ്റ് IMO കൊടുത്തേക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ലിറ്ററലി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയില്ല, ഐ എം സോ ഹാപ്പി. ബിക്കോസ് എനിക്ക് കിട്ടിയ ഒരു കോളേജ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് എക്സ്പോഷേഴ്സ് ടു സ്റ്റുഡൻസ് വെരി വെൽ. ദേ ഗിവ് വെരി ഗുഡ് ക്ലിനിക്കൽ എക്സ്പോഷർ. വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഭയങ്കര സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അവരെല്ലാം പറഞ്ഞതും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ യു ആർ ഓൺ യുവർ ഓൺ. എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. ഒന്നിനും ടീച്ചേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനായിക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ ഒന്നിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യണം. അത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ മറക്കണ്ട, സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്തോളാം. പിന്നെ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നഴ്സിംഗ് എടുത്തത് എന്തുകൊണ്ടാണ്, ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് എടുത്തത്, അല്ലാണ്ട് എനിക്ക് ഭയങ്കര നേഴ്സാവാൻ ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല. ഞാൻ എടുത്തതിൻ്റെ ഒറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഭാവിയിൽ നല്ല സ്കോപ്പ് ഉണ്ട്. ആ ഒറ്റൊരു കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ നഴ്സിംഗ് എടുത്തേക്കുന്നത്. എനിക്ക് ലൈക്ക് ഈ ഒരു കരിയറിൽ കൂടി എനിക്ക് കുറച്ച് നല്ല രീതിയിൽ ഏതെങ്കിലുമൊക്കെ എത്തിപ്പെടാന്നുള്ളൊരു ഹോപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് സത്യത്തിൽ എടുത്തേക്കുന്നത്. പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കഷ്ടപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവും എന്തായാലും ജോലി ചെയ്യുമ്പോഴാണ്. കാരണം കുറെ പേര് എക്സ്പീരിയൻസ് കൂടെ എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടുള്ളൂ. പിന്നെ വെളിയിലേക്ക് പോകാനുള്ള എനിക്ക് ആകെ ഒരു സ്കോപ്പ് ഈ ഒരു ജോലി മാത്രമാണ്. സോ യൂട്യൂബിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിയ നഴ്സിംഗിൽ ഞാനാവും. ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഇച്ചിരിയും കൂടി നല്ല ബിസി ആയിരിക്കും. സോ എല്ലാത്തിനും നിങ്ങൾ ആദ്യം ടൈം കണ്ടുപിടിക്കുക. പിന്നെ ഇപ്പം ഞാൻ 3rd സെമസ്റ്ററിനാണ് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള എക്സാം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ മെയിൻലി അതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 4th സെമസ്റ്റർ ഇപ്പം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. PPG എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്.
അപ്പം ഞാൻ കുരിശ് വരക്കേണ്ട ഒരു എന്താ ഇതിൻ്റെ അവസ്ഥ ആവുകയെന്ന് അറിയത്തില്ല. ബട്ട് ഐ വിൽ ഷെയർ എ വീഡിയോ അബൌട്ട് ദാറ്റ് ഓൾസോ. എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, മേ ബി കുറച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ശ്രദ്ധിച്ചാണ്, ഈ ഒരു സെമ്മിലെ കഴിഞ്ഞ 6 മാസത്തിനിടക്ക് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. കാരണം കുറച്ച് ദിവസങ്ങളൊക്കെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് സ്ട്രെസ്സായിട്ട് പോയിട്ടുണ്ട്. ഭഗവാനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക കാര്യങ്ങളെന്നൊക്കെ. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെ വർക്കൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് സബ്മിറ്റൊക്കെ ചെയ്ത് ആദ്യം തന്നെ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എല്ലാം കൂടി വന്ന് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായി തുടങ്ങും. ലൈക്ക് തല പൊട്ടുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ എനിക്കായിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളൊക്കെ എനിക്ക് മെയിൻലി പറയാനുള്ളൂ. ഞാനിത് പറ്റുന്നത്ര ചെറിയ വീഡിയോ ആക്കാൻ നോക്കിയതാണ്, ബിക്കോസ് എനിക്ക് ടൈമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേഗം കണ്ടെടുക്കാൻ വേണം. സോ അത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ആൻഡ് ഇഫ് യു ലൈക്ക്ഡ് മൈ വീഡിയോ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കുറച്ച് റിലേറ്റബിൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഫ് യു വോണ്ട് ടു നോ മോർ അബൌട്ട് ഫസ്റ്റ് ഇയറിനെ പറ്റിയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇയറിനെ പറ്റി ഞാൻ പറഞ്ഞേക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റൽ എസെൻഷ്യൽസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഫ് ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ നിങ്ങൾക്ക് അതും വേണേൽ പോയിട്ട് കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക, നിങ്ങൾ എനിക്ക് DM ചെയ്താൽ മതി. എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പം കുറേ പേരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എല്ലാത്തിനും പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നെക്സ്റ്റ് മന്ത് തൊട്ട് ഞങ്ങൾക്ക് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ആവുകയാണ്. സോ പിന്നെയും ബിസി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ താങ്ക് യു ഗൈസ്. ബൈ.